യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മൗനം ഈ വ്യക്തിയുടെ മനസ്സിൽ ഭയം ഒരു അഗ്നി പോലെ ആളിക്കത്തുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ് പോലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ അതിനെ എങ്ങനെയാണ് ഈ പേഴ്സൺ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ഏതൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കി കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മുഴുവനായിട്ട് കാണുക. നമുക്കപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, കൺഫ്യൂഷൻ ആണ്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ് എന്നാണ്. ഉറപ്പായിട്ടും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ റീഡിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യവും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. അൺക്ലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഒരു ക്ലിയർ അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ വ്യക്തമല്ലാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എന്താ പറയാ, ഈ പേഴ്സണ് ഒട്ടും ക്ലിയർ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സണ് എന്ത് ചെയ്യണം, എന്താണ് പറയേണ്ടത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഒന്നും തന്നെ പിടികിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബൗണ്ടറീസ് ആണ്. അതായത് ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടുന്നതിന് പകരം നിങ്ങളെ അകറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, നല്ല കാര്യങ്ങൾ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അല്ലേ. പക്ഷേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും വളരെയധികം ആശ്ചര്യം തോന്നിയിട്ടുണ്ടാകാം. കാരണം നിങ്ങളും വിചാരിച്ചിരുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ്. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളെ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയാ, അവിടെ ബൗണ്ടറീസ് വെച്ചു, അവിടെ നിങ്ങളെ മാറ്റി വെച്ചു, അല്ലെങ്കിൽ നിങ്ങളെ നീക്കി വെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് തീർത്തും നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങളെ മാറ്റി നിർത്തിയ ആ നിമിഷം മുതൽ തൊട്ട്, അല്ലെങ്കിൽ ആ ഒരു ആവേശം കാരണം ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു ആവേശത്തിന് ചിലപ്പോൾ അത് തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടായിരിക്കാം ചിലപ്പോൾ എന്താ പറയാ അങ്ങനെ മാറ്റി നിർത്തിയിട്ടൊക്കെ ഉണ്ടാവുന്നത്, നിങ്ങളെ അകറ്റിയിട്ടുണ്ടാവുന്നത്. പക്ഷെ അതിനുശേഷം ഈ വ്യക്തി അനുഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടാണ് കാണിക്കുന്നത്. വളരെ വിഷമമേറിയ ഒരു ഇത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടാണ്. ഇപ്പൊ ഈ ഒരു വഞ്ചിയിലാണെങ്കിൽ പോലും, ഈ ഒരു തോണിയിലാണെങ്കിൽ പോലും ഒറ്റക്കാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇഷ്ടം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഒറ്റയ്ക്കാണ്. അതായത് ഈ പേഴ്സൺ ഒറ്റയ്ക്കാണ്. അത് ഈ പേഴ്സൺ ഒറ്റയ്ക്കാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒറ്റക്കാക്കിയതാണ്. നിങ്ങൾ കൂടെ നിന്നാനെ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ കൂടെ നിന്നാനെ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സ്നേഹിച്ചാനെ, കൂടെ നിർത്തിയാനെ. പക്ഷെ എന്തുകൊണ്ടോ അത് ഒറ്റയ്ക്ക് ആയിക്കോളാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടോ സ്വന്തമായിട്ട്
വരുത്തി വെച്ചിട്ടുള്ള പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം നിങ്ങളെ മാറ്റി നിർത്തുകയും ഈ പേഴ്സൺ അവസാനം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു നഷ്ടങ്ങളുടെ ആ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും ചേർത്ത് പിടിക്കണമെന്നും എല്ലാം ഒന്ന് ചേർത്ത് പിടിക്കണം, ഒന്നും നഷ്ടപ്പെടുത്താതെ, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാം ചേർത്ത് പിടിക്കണം, നിങ്ങളുടെ പ്രണയം വേണം, നിങ്ങളുടെ സ്നേഹം വേണം, സമ്പത്ത് വേണം, പൈസ വേണം, എല്ലാം വേണം, എല്ലാം ഈ വ്യക്തിക്ക് വേണം എന്നുള്ള രീതിയിൽ ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻവി ആണ്. ഈ പേഴ്സണ് വേണ്ടപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി പ്രഷ്യസ് ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള വേറെന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സണ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ കൈകളിൽ എന്തൊക്കെ ലഭിച്ചിട്ടും ഒരു കാര്യവുമില്ല, എന്തൊക്കെ ലഭിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഈ പേഴ്സന്റെ നോട്ടം നിങ്ങളിലേക്ക് തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുകയാണ്, ആ വ്യക്തിയുടെ കയ്യിൽ പ്രഷ്യസ് ആയിട്ടുള്ള പേൾസ് ആണുള്ളത്. അത് രത്നങ്ങളായിക്കോട്ടെ, പവിഴങ്ങളായിക്കോട്ടെ, വൈഡൂര്യങ്ങളായിക്കോട്ടെ, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യമാണ് ഈ വ്യക്തിയുടെ കൈകളിൽ ഇരിക്കുന്നത്. പക്ഷെ ആ കയ്യിൽ ഇരിക്കുന്ന ആ സാധനത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തെ നോക്കുക പോലും ചെയ്യാതെ വേറെ കാര്യത്തിലേക്കാണ് ആളുടെ നോട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും, നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെയോ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു ജോലിയായിരിക്കാം, വരുമാനമായിരിക്കാം, തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളായിരിക്കാം, വേറെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ ഈ വ്യക്തിക്ക് അതിലൊന്നും തൃപ്തി അണയാൻ പറ്റുന്നില്ല. അതായത് ഈ വ്യക്തിയുടെ നോട്ടം നിങ്ങളിലേക്ക് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ പേഴ്സൺ അതിന് പകരമായിട്ട് ഒരുപാട് സർവീസസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സർവീസസ് ചെയ്യാന്ന് പറഞ്ഞാല് സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതായത് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് പാപമാണ്, പാപമേറിയ കാര്യമാണ് എന്ന് ഈ പേഴ്സന് നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് തെറ്റാണെന്നും പാപമേറിയ കാര്യമാണെന്നും ഈ പേഴ്സന് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മയായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് പാപ കർമ്മങ്ങൾ, അതായത് പാപങ്ങൾ ചെയ്തു പോയതിന് ഒരു പ്രായച്ചിത്തമായിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ഒരു പാപകർമ്മങ്ങളെ നീക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ദിവ്യ ദർശനം പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രൊഫറ്റിക് ഡ്രീംസ് ആണ് കാണിക്കുന്നത്. പ്രൊഫറ്റിക് ഡ്രീംസ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവ്യത്വമായിട്ടുള്ള ഒരു ഡ്രീംസ്, ദിവ്യത്വമായിട്ടുള്ള ഡ്രീംസ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഒരു ഹിതം അവിടെ ഉണ്ട്. മനസ്സിലായി? ഒരു ദൈവികമായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതലും നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ളതും നിങ്ങളെ കണക്ട് ചെയ്തിട്ട് ഉള്ളതുമായിട്ടുള്ള, ചിലപ്പോൾ നിങ്ങളായിട്ട് വിവാഹം കഴിക്കുന്നതോ നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടി ചേർന്ന് മുന്നോട്ട് പോകുന്നതോ ഒക്കെ ആയിരിക്കണം. ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡ്രീംസ്, സ്വപ്നങ്ങളൊക്കെയാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ സെറ്റ് യുവർ സൈറ്റ്സ് ഹയർ ആണ്. ഏറ്റവും ഉയരത്തിലേക്ക് നോക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉയരത്തിലേക്ക് കീഴടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇത്രയും കാലം ഒരുപക്ഷെ വിചാരിച്ചിരുന്നത് നെഗറ്റീവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം ഈ പേഴ്സൺ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മാറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ പോസിറ്റീവായിട്ട്
കാര്യങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുമുള്ള പ്രതീക്ഷകളില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇല്ല, പ്രതീക്ഷകളുണ്ട്, ഇനിയും പ്രതീക്ഷകളുണ്ട്, ഇനിയും ഒരു പുതിയ തുടക്കമുണ്ട്, ഇനിയും ഒരു ചാൻസ് കിട്ടും, അല്ലെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഈ പേഴ്സണെ മനസ്സിലാക്കും എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ആത്മീയപരമായിട്ടുള്ള ഒരു തലത്തിലൂടെ ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നതും പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാൻ ഒരുങ്ങുക, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ ജേണിയും കൂടിയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു സ്പിരിച്വൽ ജേണിയും കൂടിയാണ്. കാരണം അത് സാധാരണ ഒരു കണക്ഷൻ അല്ല ഇത് എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുകയാണ്. സാധാരണ ഒരു കണക്ഷൻ അല്ല ഇത്. ഇത് എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു കണക്ഷൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ പേഴ്സൺ താല്പര്യം കാണിക്കുന്നുണ്ട്. അതായത് മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥനകൾ കൈക്കൊള്ളുക, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റുകൾ എന്താണ്, താൻ ചെയ്ത തെറ്റുകളിലൂടെ തനിക്ക് എന്താണ് കിട്ടിയത്, തൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ എന്തൊക്കെയാണ്, താൻ എന്തൊക്കെയാണ് ഇനി തിരുത്തേണ്ടത്, നിവർത്തിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നോക്കാം. കോഴിക്കോട് കിട്ടിയിട്ടുണ്ട്. ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട, അമിതമായിട്ടുള്ള പ്രതീക്ഷ അത് വേണ്ട. മിലിറ്ററി കിട്ടിയിട്ടുണ്ട്. ചെന്നൈ, നമ്പർ 7, തൃക്കേട്ടനാള്, നമ്പർ 10, ലെറ്റർ H, ലെറ്റർ K. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് എല്ലാവർക്കും പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.